നമുക്കിന്ന് നമ്മുടെ കുഞ്ഞു അവിടെ നൂലുകെട്ടിന് പോയാലോ? നൂലുകെട്ടിന് പോകാനായിട്ട് റെഡിയായി നിന്നിട്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കണതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ നേരെ കടക്കരയിലോട്ടാണ് കേട്ടോ പോയത്. കടക്കരയിൽ ചെന്നിട്ട് നമ്മുടെ നമ്പൂരിച്ചൻ്റെ ഇടയ്ക്ക് കയറി തൊഴുത് പിന്നെ ശ്രുതിര വീട്ടിലോട്ട് പോയി. ശ്രുതിര വീട്ടിൽ ചെന്നപ്പോഴാണെങ്കിൽ ഇതേ മാമൻ ഇവിടെ ഒരേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായി. പിന്നെ നമ്മുടെ കുഞ്ഞു ചെറുക്കനാണെങ്കിൽ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുളിച്ച് വന്ന് പുതിയ കുപ്പായമൊക്കെ ഇട്ട് പിന്നെ ഞാനും ശ്രുതിയും കൂടി ഒന്ന് മുടുക്കനാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കണ്ണൻ വന്ന് വാവനെടുത്തിട്ടാ. മതി മതി മുടുക്കനാക്കിയത് സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വേഗം താഴോട്ട് ഇറങ്ങി വന്നിട്ടാ. അപ്പം അതേ ചെറുക്കനാണെങ്കിൽ ചെറിയ രീതിയിൽ അലമ്പായപ്പോഴേക്കും നമ്മുടെ മുത്തിയമ്മ എടുത്ത് ചെറുക്കനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. വലിയക്കാണെങ്കിൽ വാവകളെ ഇങ്ങനെ എടുത്ത് സമാധാനിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ. നമ്മുടെ സുതപ്പനാണെങ്കിൽ വലിയാണ് കുഞ്ഞുനാളിൽ നോക്കിയതും പാട്ട് പാടിയതും കണ്ണും പൊട്ടും എഴുതിച്ചതും എല്ലാം ചെയ്തത് വലിയ തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കറിയാം വലിയ സുധുവിനെ നോക്കണേക്കാൾ അടിപൊളിയായിട്ട് നമ്മുടെ കുഞ്ഞിച്ചെറുക്കനോട് പാട്ട് പാടുമെന്ന്. കാരണം ഇപ്പോൾ കൂടുതൽ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ദേ നമ്മുടെ കുഞ്ഞിച്ചെറുക്കൻ്റെ നൂലിട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വിളക്കൊക്കെ കൊളുത്തി അങ്ങനെ ദേ ചരടൊക്കെ കെട്ടി. കുഞ്ഞിച്ചെറുക്കനാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങണ സമയമായതുകൊണ്ട് തന്നെ ചെറുക്കൻ ഇച്ചിരി അലമ്പായിട്ട് തുടങ്ങിയിട്ടുണ്ടായി. ചെറുക്കൻ്റെ ഉറങ്ങുന്ന സമയത്താണ് ചെറുക്കനെ പിടിച്ചിട്ട് ഇവരെന്താണ് ഈ കാണിക്കണേന്നായിരിക്കും അവൾ കൊച്ചാലോചിക്കുന്നത്. ഞാൻ മര്യാദക്ക് അവിടെ കിടന്നുറങ്ങിയതായിരുന്നു. അപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതും പുതിയ കുപ്പായമൊക്കെ ഇട്ട് തന്ന് ദേ ഷർട്ടും നിക്കറും ഒക്കെയാണ് ഇട്ട് തന്നേക്കണത്. മനുഷ്യനാണെങ്കിൽ ചൂടെടുത്തിട്ട് പാടില്ല എന്നായിരിക്കും കുഞ്ഞുവാവ പറയണത് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ സുതപ്പൻ എപ്പോഴും കുഞ്ഞുവാവക്ക് വേണ്ടിയിട്ട് സുതപ്പൻ എപ്പോഴും സംസാരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ കണ്ണൻ വളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളയാണെങ്കിൽ ഒരു തടവള പോലെ ഉണ്ട്. കുഞ്ഞു വളയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയ വള ആദ്യം വലിയ വള ഇട്ട് നോക്കി. പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞു വളയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടതൊക്കെ ഞങ്ങൾ മാറ്റിയൊക്കെ വെച്ചിട്ടാ. പിന്നെ കൊച്ചിന് അതൊരു ശല്യമായാലെന്ന് ഓർത്ത് മാറ്റി. പണ്ടൊക്കെ നമ്മൾ കുപ്പിവളയൊക്കെയാണ് ഇട്ട് വെക്കണത്. അപ്പോൾ സുധുവിൻ്റെ കുപ്പിവളയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പൗഡർ പഫും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രുതിനോട് പറഞ്ഞായിരുന്നു സുധുവിൻ്റെ എടുത്ത് വെച്ചേക്കുന്ന പോലെ ഇവൻ ആദ്യമായിട്ട് വളയൊക്കെ എടുത്ത് വെക്കണമെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു. പിന്നെ എല്ലാവരും കൊച്ചു ചടങ്ങുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും വളയിടലും ഇങ്ങനെ ഇതൊക്കെ കൊടുക്കലും അങ്ങനെ കൊച്ചു കുഞ്ഞു ചടങ്ങുകളൊക്കെ നടക്കണമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇതേ അച്ഛനെ നോക്കി ചിരിക്കണൊക്കെ ഉണ്ടെന്ന് തോന്നണം കേട്ടോ. അങ്ങനെ ദേ നമുക്ക് ചെറിയ രീതിയിലൊരു സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മയും ആൻറ്റിമാരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ദേ ഞങ്ങളും കഴിച്ച് അവർക്ക് ഞങ്ങൾ വിളമ്പി കൊടുത്ത് ഞങ്ങൾക്ക് അവരും വിളമ്പി തരേണ്ട കേട്ടോ. അങ്ങനത്തെ വളരെ ചെറിയൊരു ചടങ്ങായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു സദ്യയും കാര്യങ്ങളൊക്കെ കേട്ടോ. അതിന് ശേഷം ഞാനും അമ്മയും ആൻറ്റിമാരൊക്കെ പോയി. അമ്മയും ഞാനും വലിയ നമ്മുടെ സുനന്ദാൻ്റെയും മാത്രമായിട്ടാണ്. പിന്നെ ഞങ്ങൾ വാവയുടെ അടുത്ത് കുറച്ച് സമയം ഇരുന്നു. വാവയാണെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ സൈലൻ്റായിട്ട് ഇരിക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആൾ സെറ്റായപ്പോൾ സൈലൻ്റായിട്ടിരുന്നു. പിന്നെ ഞാൻ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്നതിന് ശേഷം നമ്മുടെ ഈ ചടങ്ങിൽ തുഞ്ചേട്ടൻ നിങ്ങൾ കണ്ടില്ലല്ലോ. തുഞ്ചേട്ടൻ വൈകുന്നേരമാണ് വന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞിച്ചേർക്കനെ കുറച്ച് നേരം എടുത്തുകൊണ്ട് കിടന്ന്